കളമശ്ശേരിയിൽ സ്ഫോടനം നടന്ന സമറ കൺവെൻഷൻ സെന്റർ വിട്ടുനൽകാൻ ഹൈക്കോടതി ഉത്തരവ്. അന്വേഷണ ഉദ്യോഗസ്ഥന് ആവശ്യമെങ്കിൽ ഹാളിൽ നിന്നും വീണ്ടും സാമ്പിളുകൾ ശേഖരിക്കാം. തുടർന്ന് ഹാൾ ഉടമയ്ക്ക് കൈമാറണം. സ്ഫോടനത്തിനു ശേഷം പോലീസിന്റെ കസ്റ്റഡിയിലാണ് നിലവിൽ കൺവെൻഷൻ സെന്റർ. വിവരങ്ങളുമായി രേഷ്മ ചേരുന്നുണ്ട്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് ഇനി കൈമാറാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും അന്വേഷണത്തിന്റെ രീതി ഉണ്ടാവുക? സെപ്റ്റംബർ 29-നാണ് ഈ കളമശ്ശേരി സ്ഫോടനം നടന്നത്. സമറ കൺവെൻഷൻ സെന്ററിലായിരുന്നു ഈ സ്ഫോടനം നടന്നത്. ഈ കൺവെൻഷൻ സെന്റർ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഉടമസ്ഥർ നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായിരിക്കുന്നത്. ഈ കൺവെൻഷൻ സെന്റർ വിട്ടു നൽകണം. അന്വേഷണ ഉദ്യോഗസ്ഥന് ആവശ്യമെങ്കിൽ ഹാളിൽ നിന്നും വീണ്ടും സാമ്പിളുകൾ ശേഖരിക്കാം. 2 ദിവസത്തിനുള്ളിൽ ഈ സാമ്പിളുകൾ ശേഖരിക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. തൊട്ടടുത്ത ദിവസം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള DCP ഈ പ്രസ്തുത സെന്റർ ഉടമസ്ഥർക്ക് കൈമാറണമെന്നും ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, ഇതിന്റെ ഉടമസ്ഥർ ഈ അന്വേഷണവുമായിട്ട് കൃത്യമായിട്ട് സഹകരിക്കണം. ഏതെങ്കിലും ഘട്ടത്തിൽ ഈ സെന്ററിലെത്തി എന്തെങ്കിലും അന്വേഷണം ഏജൻസിക്ക് നടത്തണമെങ്കിൽ അതുമായിട്ടും ഉടമസ്ഥർ സഹകരിക്കണമെന്നും ഉത്തരവിൽ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുള്ളത് 2 മാസത്തോളമായിട്ട് പോലീസിന്റെ കസ്റ്റഡിയിൽ തന്നെയാണ് കൺവെൻഷൻ സെന്റർ. ഈ ഹർജിക്കാർ പറഞ്ഞത് നിലവിൽ ഈ നിരവധി ബുക്കിംഗുകൾ നേരത്തെ തന്നെ ഷെഡ്യൂൾ ചെയ്ത ചില പരിപാടികൾ സെന്ററിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വിട്ടു നൽകണമെന്നുള്ളതായിരുന്നു. അന്വേഷണ ഏജൻസിയുടെ ആവശ്യവും പരിഗണിക്കേണ്ട ഉണ്ടെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ഒപ്പം തന്നെ അനിശ്ചിതമായിട്ട് ഇത്തരത്തിൽ സെന്റർ പോലീസിന്റെ കസ്റ്റഡിയിൽ വെക്കാൻ സാധിക്കത്തുമില്ല. ഹർജിക്കാരുടെ ആവശ്യവും പരിഗണിക്കണം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 2 ദിവസത്തിനുള്ളിൽ ഏതെങ്കിലും സാമ്പിളുകൾ ശേഖരിക്കണമെങ്കിൽ അന്വേഷണ ഏജൻസിക്ക് സാമ്പിളുകൾ ശേഖരിക്കാം. അതിന് തൊട്ടടുത്ത ദിവസം തന്നെ DCP ഈ സമറ കൺവെൻഷൻ സെന്റർ വിട്ടു നൽകണമെന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്.